മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ ഇൻഡസ്ട്രി ഏറ്റവും കാത്തിരിക്കുന്ന ഒന്നാണ് ദൃശ്യം 3. മലയാളത്തിൽ മാത്രമല്ല മറുഭാഷ ചലച്ചിത്ര പ്രവർത്തകരിലും ആ കാത്തിരിപ്പുണ്ട്. അത്രയധികം മറുഭാഷ റീമേക്കുകൾ ഉണ്ടായ ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗം എന്നത് തന്നെ അതിന് കാരണം. മെയ് 21-ന് ചിത്രം ലോകവ്യാപകമായി തിയേറ്ററുകളിലെത്തുകയാണ്. എന്നാൽ ജോർജ് കുട്ടിയുടെ മൂന്നാം വരവ് ശരിക്കും ആവേശമുണ്ടാക്കുന്നുണ്ടോ പ്രേക്ഷകർക്കിടയിൽ? ഇപ്പോഴിതാ അതിനുള്ള സൂചന നൽകിക്കൊണ്ട് ചിത്രത്തിന്റെ ആദ്യ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിൽ നിന്നുള്ള സംഖ്യയാണത്. ഇന്ത്യയിൽ ഔദ്യോഗികമായ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ലെങ്കിലും ചില വിദേശ മാർക്കറ്റുകളിൽ റിലീസിന് 2 ആഴ്ച ശേഷിക്കെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ റിലീസിന് ഫാൻ ഷോകളും ഹൗസ്ഫുൾ ആയി തുടങ്ങിയിട്ടുണ്ട്. വിദേശ മാർക്കറ്റുകളിൽ പ്രീമിയർ ഷോകളുടെയും റിലീസ് ദിന ഷോകളുടെയും ടിക്കറ്റുകൾ വിറ്റതിൽ നിന്ന് ചിത്രം $75,000 പിന്നിട്ടതായി ട്രാക്കർമാർ അറിയിക്കുന്നു. ആദ്യ വാരാന്ത്യത്തിലേക്കുള്ള വിദേശ ബുക്കിംഗ് $115,000 ആണെന്നും. കേരളത്തിലെ ഫാൻ ഷോ ടിക്കറ്റ് വിൽപ്പന കൂടി പരിഗണിച്ചാൽ ദൃശ്യം 3 ഇതിനകം നേടിയിരിക്കുന്നത് 1,50,00,000 കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ, അതും 2 ആഴ്ചയ്ക്ക് മുൻപ് ഇത്രയും നേടുക എന്നതിൽ നിന്ന് ദൃശ്യം 3 സിനിമാ പ്രേമികൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആവേശം വ്യക്തമാണ്. ഓപ്പണിംഗിൽ ചിത്രം എത്രത്തോളം നേടുമെന്നതാണ് ഇൻഡസ്ട്രി കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം. പോസിറ്റീവ് അഭിപ്രായം വരുന്ന പക്ഷം എമ്പുരാന്റെ ഓപ്പണിംഗ് റെക്കോർഡ് പോലും മറികടക്കുന്ന ചിത്രമാവാൻ കഴിയുന്ന ഒന്നായാണ് ദൃശ്യം 3 വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അതറിയാൻ മെയ് 21 വരെ കാത്തിരിക്കണം. മോഹൻലാലിന്റെ പിറന്നാൾ ദിനം കൂടിയാണ് മെയ് 21. നേരത്തെ ഏപ്രിൽ 2-ന് എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ചിത്രം പിന്നീട് മെയ് 21-ലേക്ക് നീട്ടുകയായിരുന്നു. ചിത്രത്തിന്റെ വിപണി മൂല്യം തിരിച്ചറിഞ്ഞ് ബോളിവുഡിൽ നിന്നുള്ള പ്രമുഖ സ്റ്റുഡിയോകളും ആശീർവാദ് സിനിമാസിനൊപ്പം ചേർന്നിട്ടുണ്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.